ഇപ്പോൾ കേരളത്തിൽ 20 പാർലമെൻറ്റ് നിയോജക മണ്ഡലമാണ്. ആ 20 പാർലമെൻറ്റ് നിയോജക മണ്ഡലങ്ങളിൽ മത്സരിക്കുന്നത് വെച്ച് നോക്കിയാൽ കോൺഗ്രസ് 16 നിയോജക മണ്ഡലങ്ങളിൽ കോൺഗ്രസ്സാണ് മത്സരിക്കുന്നത്. കേരള നിയമസഭയിൽ കോൺഗ്രസിൻ്റെ അംഗസംഖ്യ 21. കേരള നിയമസഭയിൽ മുസ്ലിം ലീഗിൻ്റെ അംഗസംഖ്യ 15. കേരള നിയമസഭയിൽ 15 അംഗങ്ങളുള്ള മുസ്ലിം ലീഗ് UDFിൽ കോൺഗ്രസ് അനുവദിച്ചു കൊടുത്ത 2 സീറ്റാണ്. എത്രമാത്രം പരിഹാസ്യതയാണ് ആ ന്യൂനപക്ഷ വിഭാഗത്തോട് കാണിച്ചിട്ടുള്ളത്. കേരളത്തിൽ കോൺഗ്രസ് സ്വീകരിക്കുന്ന നിലപാടല്ലേ അത്? 21 സീറ്റുകാർ 16 സീറ്റിൽ മത്സരിക്കുന്നു, 15 സീറ്റുകാർ 2 സീറ്റിൽ മത്സരിക്കുന്നു. അവർ കാണിച്ചു കൊണ്ടിരിക്കുന്ന ഈ പരിഹാസ്യത എല്ലാവരും മനസ്സിലാക്കണം, മുസ്ലിം ലീഗുകാരും മനസ്സിലാക്കണം. കോൺഗ്രസ് എടുത്തുകൊണ്ടിരിക്കുന്ന ഈ മൃദു ഹിന്ദുത്വ സമീപനത്തെക്കുറിച്ച് ചിന്തിക്കണമെന്നാണ് അവരോട് ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നത്. അതുകൊണ്ട് ഇന്നത്തെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ പൗരത്വ ഭേദഗതി നിയമത്തിനെതിരായിട്ടുള്ള ശക്തമായിട്ടുള്ള പോരാട്ടം ശക്തിപ്പെടുത്തണം. ഈ തെരഞ്ഞെടുപ്പ് കാലഘട്ടങ്ങളിൽ ഈ ജനാധിപത്യപരമായ പൗരാവകാശപരമായ നീതി നിഷേധിക്കുന്ന ഇന്ത്യൻ സമൂഹത്തെ വിഭജിക്കുന്ന നിലപാടിനെതിരായി വലിയ തരത്തിലൊരു മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയണം എന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്.